നമസ്കാരം. വയനാട്ടിൽ ഇതല്ലേ യഥാർത്ഥ ദുരന്തം? ITVൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച, അത് ഈ 4 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പുനരാരംഭിക്കുന്നു. കാരണം ഒരു മാധ്യമങ്ങളും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരു വിഷയമായി വയനാട് ദുരന്തം മാറിയിരിക്കുന്നു. അങ്ങനെ മാറേണ്ട ഒരു ദുരന്തമായിരുന്നു ഇത്. ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു ദുരന്തം നടന്നു കാണില്ല. ഇങ്ങനെ 2024 ജൂൺ മാസം 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി പുലർച്ചെ 2:47 ഉരുൾപൊട്ടലുണ്ടാകുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചരിവട്ടത്തുമൊക്കെ പ്രദേശങ്ങൾ ഒലിച്ചു പോകുന്ന തരത്തിലേക്കും ജനങ്ങൾ ഇല്ലാതാകുന്ന തരത്തിലേക്കുമുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. വയനാട് ദുരന്തഭൂമിയായി മാറുന്നു. സന്ദർശനങ്ങൾ നടത്തുവാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമൊക്കെ ദ്രുതഗതിയിൽ അവിടേക്ക് എത്തുന്നുണ്ട്. വാഗ്ദാനങ്ങളുടെ പെരുമഴ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തു സംഭവിച്ചു വയനാടിന്? 129 ദിവസങ്ങൾക്ക് ശേഷം ITV അത്തരത്തിലൊരു ക്യാമ്പയിന് തുടക്കമിടുകയാണ്. വയനാട് ദുരന്തഭൂമിയിൽ ഇന്നും ദുരിതബാധിതരായി കഴിയുന്ന ആ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നു. അങ്ങനെയല്ലേ സുനിൽ നമുക്കതിനെ കാണേണ്ടത്? അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം വയനാട് ദുരന്തം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുമുള്ള ഒരു സഹായവും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ദുരന്തം അന്ന് നടന്നതാണോ അതോ ഇപ്പോൾ നടക്കുന്നതാണോ ഏറ്റവും വലിയ ദുരന്തം? സംശയലേശമനെ നമുക്ക് പറയാം, ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വയനാട് ദുരന്തം നടന്നിരിക്കുന്നത്. കാരണം ഗോപകുമാർ പറഞ്ഞ പോലെ വയനാട് ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് കൃത്യമായി പറഞ്ഞാൽ 129 ദിവസം, 4 മാസവും 7 ദിവസങ്ങളും പിന്നിട്ടിരിക്കുന്നു. ആ ദുരന്തമുണ്ടായപ്പോൾ എല്ലാവരും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ വയനാടിനെ ചേർത്ത് പിടിച്ചു. വയനാടിലെ ദുരന്തബാധിതർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. അവിടുത്തെ കളക്ഷൻ സെൻ്ററുകളിലേക്ക് സഹായങ്ങൾ ഒഴുകിയെത്തി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ലഭിച്ച സഹായങ്ങൾ പോലും എഫക്റ്റീവായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 4 മാസം പിന്നിടുമ്പോൾ യാതൊരു തരത്തിലുള്ള സഹായങ്ങളുമില്ലാതെ ആ ജനം വലയുകയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സുൽമാത്തി പറഞ്ഞ പോലെ 129 ദിവസങ്ങൾ പിന്നിടും, അതായത് 4 മാസവും 7 ദിവസവും പിന്നിടുമ്പോഴാണ് നമ്മൾ പോലും ഇങ്ങനൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ തയ്യാറാകുന്നത്. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയതുകൊണ്ടാണ് നമ്മളിപ്പോൾ തയ്യാറെടുക്കുന്നത്. കാരണം അവിടുത്തെ ദുരിതബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്, അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതുണ്ട്, അവർക്ക് സഹായങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഈ സർക്കാരുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും, അല്ലേ? അത്തരത്തിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയാത്തതാണ്. വയനാട് അവരുടെ ജില്ലയാണ്. ആ ജില്ലയിലുള്ള ജനങ്ങൾ ഒഴുകിപ്പോയിട്ടും അത് കാണാതിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ ആവശ്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടി വരില്ല. അങ്ങനെ ഈ രണ്ടാം പിണറായി സർക്കാർ പിണറായി സർക്കാർ വന്നതിന് ശേഷം എത്രയോ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇതിനു മുമ്പുണ്ടായ ആ ദുരന്ത സമയങ്ങളിലെല്ലാം വളരെയേറെ പഴികെട്ടു. CMDRFിലേക്ക് വന്ന പണം വകമാറ്റി, അതുപോലെ അതൊന്നും സുതാര്യമായിരുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റ് ചെയ്യുവാനുള്ള ഒരു അവസരമായിരുന്നു ഇപ്പോൾ. അന്നേരം ഈ പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് പോലീസ് സുമോട്ടോ കേസെടുത്ത് ആദ്യമായിട്ട് കേസെടുത്ത് റെയ്ഡ് നടത്തിയത് ITV ന്യൂസിൻ്റെ ഓഫീസായിരുന്നു. എന്നാൽ ഇന്ന് സംസ്ഥാന സർക്കാരിന് എന്താണ് പറയുവാനുള്ളത്? അമിത്ഷാ പറഞ്ഞു, നവംബർ 13-ാം തീയതി മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയതെന്ന്. അന്നേരം ഇത്രയും ഗുരുതരമായ കൃത്യവിലോപം, ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു ലാൻഡ് സ്ലൈഡായിരുന്നു ഇവിടെ. ഇതുപോലൊരു മരണം, ഇതുപോലൊരു നാശനഷ്ടം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും ഉണ്ടായിട്ടില്ല. അന്നേരം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ഇത്രയും വലിയൊരു കൃത്യവിലോപം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി, അത് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായ, എത്ര നിസ്സാരവൽക്കരിച്ചു അവർ ആ പ്രശ്നങ്ങൾ. വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. കാരണം വയനാട്ടിലുണ്ടായ ഇത്തരത്തിലൊരു ദുരന്തത്തെ കണ്ണടച്ച് കാണിക്കുവാൻ ഈ സർക്കാരുകൾ ശ്രമിച്ചു. അത് കേന്ദ്രമാണെങ്കിലും ശരി, സംസ്ഥാനമാണെങ്കിലും. ഈ ദുരന്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഏകദേശം 400-ലധികം ആൾക്കാരെ 450-നടുത്ത് ജീവനുകൾ പൊലിഞ്ഞു, കാണാതായി.
അതുപോലെ ഒരു 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 700-ലധികം ആളുകൾക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. അതുപോലെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഒരു 10,000-ഓളം കുടുംബങ്ങൾ ഈ ഒരു ലാൻഡ് സ്ലൈഡ് കൊണ്ട് ദുരിതത്തിലായി മാറി. പക്ഷേ ഇതിൻ്റെ പ്രാഥമികമായ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത്, ഇതിനെ സംബന്ധിച്ചുള്ള ഇപ്പോഴും കൃത്യമായിട്ട് എത്ര മരണം നടന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ല, എത്ര പേര് മിസ്സിംഗ് ആയി എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇനിയും വീണ്ടെടുക്കുവാനുള്ള മൃതശരീരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ, അതിനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ, ഇതിനെക്കുറിച്ച് ആളുകൾക്കറിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിലില്ലാത്തവർക്ക് പ്രതിദിനം നൽകുമെന്ന് പറഞ്ഞ തുകകളുടെ കാര്യത്തിൽ പോലും അവർക്ക് പ്രോംപ്റ്റായിട്ട് കിട്ടുന്നില്ല. അതുപോലെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ പുനരധിവാസ പദ്ധതികളെക്കുറിച്ചൊരു തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ കോടികളുടെ വാഗ്ദാനം, ഏതാണ്ട് 700-ലധികം കോടിയുടെ വാഗ്ദാനങ്ങൾ അവർ നൽകുകയുണ്ടായി. അതുപോലെ അവിടെ ആവശ്യമായ അത്രയും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പല പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ പേരിൽ CMDRFിലേക്കും കോടികൾ വന്നു. ഈ പേരിൽ പല സന്നദ്ധ സംഘടനകളും, ആത്മീയ സംഘടനകളും, രാഷ്ട്രീയ സംഘടനകളും, വ്യക്തികളും എല്ലാം വലിയ പിരിവുകൾ നടത്തി. ഈ പണമൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ വിക്ടിംസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് ഒരു പുനരധിവാസ പദ്ധതി ഉണ്ടാക്കി ഈ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുവാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. സംസ്ഥാന സർക്കാർ ചെയ്യുന്നതാകട്ടെ, കേന്ദ്രം ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല. കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല, ഇത് കേന്ദ്രത്തെ പഴിയായിരുന്നു. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യമായ രേഖകൾ ലഭിച്ചിട്ടില്ല, കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല, പലതും എക്സാജറേറ്റഡ് ആയിട്ടുള്ള കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റ് സെൻറ്റർ സർക്കാരുകൾ ഇവർ പരസ്പരം പഴിചാരുകയാണ്. ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാടിൻ്റെ MP ആയി. അവരുടെ പ്രഥമ ദൗത്യമെന്ന നിലയ്ക്ക് ആ വയനാട്ടിൻ്റെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ദേശീയ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും. കഴിഞ്ഞ ദിവസം അവർ അമിത്ഷാ അടക്കമുള്ളവരെ കാണുകയും ഒപ്പം തന്നെ ഏകദേശം 2,219 കോടിയോളം രൂപയുടെ സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവരുടെ പ്രഥമ പരിഗണന താങ്കൾ പറഞ്ഞ പോലെ കറക്റ്റ് തന്നെയാണ്. സ്റ്റേറ്റും സെൻറ്ററും തമ്മിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കാണുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഇടപെടൽ അല്ലേ? കാരണം ഇതിന് മുൻപുള്ള MP അത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ചിലപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ MP ആയി വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ അവർ പെട്ടെന്ന് വളരെ നമ്മൾ പറഞ്ഞ പോലെ പ്രഥമ പരിഗണന വയനാട്ടിലെ ജനങ്ങളുടെ ഈ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, പുനരധിവാസം നടപ്പിലാക്കുക, അവരുടെ ജീവിത മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് അവർ അമിത്ഷാ അടക്കം കാണുന്നു. മാത്രമല്ല പ്രതിപക്ഷ MP-മാരെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാരെ കണ്ട് ധനസഹായത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അമിത്ഷായുടെ ഭാഗത്തു നിന്നും വെറും നവംബർ 13-ാം തീയതി മാത്രമാണ് ഇത്തരമൊരു റിപ്പോർട്ടുകൾ കിട്ടിയത് എന്നൊരു പ്രതികരണം പോലും വന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഇന്റർവെൻഷന് ശേഷമല്ലേ? പ്രിയങ്ക ഗാന്ധിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിനെ വളരെ രാഷ്ട്രീയവൽക്കരിക്കാൻ അമിത്ഷാ ശ്രമിക്കുന്നുണ്ട്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ മൂലമാണ് ഇവിടെ സഹായം ലഭിക്കാൻ പോകുന്നത് എന്ന് വരുത്തരുത്. പകരം ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അമിത്ഷാ ഇപ്പോൾ കാണിക്കുകയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുകയാണ്, BJP നേതാക്കൾ നടത്തുകയാണ്. ആ BJP നേതാക്കളുടെ ഇരട്ടത്താപ്പെന്നാണ് ഇത് പറയുന്നത്. കാരണം ഇതേ സമയത്തിന്, അതായത് നമ്മുടെ ഈ വയനാട്ടിൽ നടന്ന ഇത്തരത്തിലുള്ള വലിയ ദുരന്തം നടന്നപ്പോൾ അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ പകരം ഹിമാചൽ പ്രദേശ് പോലുള്ള ഇടങ്ങളിൽ നടന്ന ചെറിയ പ്രളയങ്ങൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ, അതിനകത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവനാണെങ്കിലും ജീവൻ തന്നെയാണ് എങ്കിലും 5-6 പേർ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള നടന്ന സ്ഥലങ്ങളിൽ പോലും പെട്ടെന്ന് ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ധനസഹായം എത്തിക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. BJP സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ അത്തരത്തിൽ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ സർക്കാരിന് കഴിയാത്തത്? അപ്പോൾ ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്. അപ്പോൾ മനുഷ്യരുടെ ജീവനെക്കാട്ടിലും വില എന്ന് പറയപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയത്തിനാണ്, അവരുടെ വോട്ടിനാണ്. അതിനു വേണ്ടിയിട്ട് BJP നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കൂടെ ഒന്ന് വരേണ്ടതുണ്ട്. കാരണം ഇത്രയും നാളായി താങ്കൾ പറഞ്ഞ പോലെ 4 മാസം കഴിഞ്ഞു, 7 ദിവസവും കഴിയുമ്പോൾ നമ്മളൊരു ക്യാമ്പയിനുമായിട്ട് എത്തുകയാണ്. കാരണം ഇവിടുത്തെ ദുരിതം ബാധിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് പൊതുമാധ്യമങ്ങളുടെ ഇടയിലേക്ക്, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു ക്യാമ്പയിനുമായിട്ട് വന്നിരിക്കും. ഇവിടെ നമ്മളൊരു കാര്യം കൂടി പറയേണ്ടത്, ഈ LDFുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളം ഭരിക്കുന്ന സർക്കാരിന് വയനാട്ടിലെ ജനങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ലേ?
ഒരു തരത്തിലും ഇവർക്ക് വോട്ട് മാത്രം മതിയോ? ഇനി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും ജയിക്കാനില്ല, കാരണം സത്യൻ മൊഗേരിയൊക്കെ നിന്ന് CPI സ്ഥാനാർത്ഥിയായതുകൊണ്ട് ധൈര്യമായി. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ നിഷ്കരുണം തള്ളിക്കളയുകയാണ് എന്നല്ലേ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ മുഖം എല്ലാ മാധ്യമങ്ങളും മത്സരിച്ച് സെക്കൻഡ് ബൈ സെക്കൻഡ് അവിടുത്തെ ആ ദുരന്തത്തിന്റെ നേർസാക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയേറെ വ്യഗ്രത കാട്ടി. എന്നാൽ ഇത്തരത്തിലൊരു ലാഗ് സംഭവിച്ചത് മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ വയനാട് വിഷയത്തിൽ നിന്നും മാറി മറ്റു വിഷയങ്ങളിലേക്ക് പോയി. അവർ മറ്റു തരത്തിലുള്ള വെറും ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളി പൊളിക്കുന്ന പോലുള്ള നിസ്സാര പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് അതിൻ്റെ മണ്ടയിൽ ആഴ്ചകളോളം ഇത്തരത്തിലുള്ള നിസ്സാര പ്രശ്നങ്ങളുടെ മുകളിലേക്ക് അവരുടെ ഈ മാധ്യമങ്ങൾക്ക് അവർക്കുള്ള റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അവിടെ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ കരച്ചിലിനോ കണ്ണീരിനോ ഒന്നും ഒരു തരത്തിലുള്ള വിലയില്ലാതാകുന്നു. പക്ഷെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ സംവിധാനം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ദൗത്യം അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. അവർ അതെ, അതുവരെ നമ്മൾ ഇത് തുടരുക തന്നെ ചെയ്യും. അതിനകത്ത് മാറ്റമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ LDF സർക്കാർ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ, ഇവിടുത്തെ യഥാർത്ഥ കണക്കുകൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കാത്തത് എന്ന് അക്ഷന്തവ്യമായ തെറ്റാണ് അല്ലേ? റിപ്പോർട്ടുകൾ കൃത്യസമയത്തിന് ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർണായക ഘട്ടത്തിൽ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇടപെടുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്. അത് രാഷ്ട്രീയ പാർട്ടിയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ലല്ലോ, പകരം കാരണം ഇത് ജൂലൈയിൽ നടന്ന സംഭവമാണ്. അത് തൊട്ട് ഇങ്ങോട്ട് 4 മാസം കഴിഞ്ഞിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നവംബർ മാസത്തിൽ വിജയിച്ചു വന്ന MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് പ്രഥമ പരിഗണന കൊടുത്ത് ഈ വിഷയത്തെ അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ശ്ലാഘനീയമാണ്, ശ്രദ്ധേയമാണ്. ആ ഒരു പ്രവർത്തനം ഈ ഗവൺമെന്റുകളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കപ്പെടുന്ന അമിത്ഷാ പോലുള്ള ചാണക്യന്മാർ, അതായത് ഈ രാഷ്ട്രീയ ചാണക്യന്മാരാണ് ഇവരൊക്കെ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അതുപോലെ തന്നെ ഈ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ കേട്ടൊരു പഴിയാണ് ദുരന്തങ്ങളെ ചാകരയാക്കുന്നവർ. ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ ഇതുമായിട്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും സുതാര്യത ഇല്ല എന്നതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെയാണെങ്കിലും ഒരു കാര്യങ്ങളിൽ പോലും സുതാര്യതയില്ല. ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരമൊരു പഴി ഇനിയും ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ വിരട്ടുകയൊക്കെ ചെയ്തു, മാധ്യമങ്ങളുടെ പേരിൽ നടപടികളെടുക്കും, മാധ്യമങ്ങൾ ഈ പ്രശ്നം മാധ്യമങ്ങൾ കാരണമാണ് കേന്ദ്ര സഹായം കിട്ടാത്തത് എന്ന ആരോപണം പോലും പിണറായി വിജയൻ ഉന്നയിക്കുകയുണ്ടായി. അന്നേരം അത്തരം ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ഊഹാഭോഗങ്ങൾ പറയാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടും സംസ്ഥാന സർക്കാരിന് പറയാൻ പറ്റണം. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ 129 ദിവസം എന്ത് ചെയ്തു, അവിടുത്തെ യഥാർത്ഥ ഇഷ്യൂ അവർ ക്വാണ്ടിഫൈ ചെയ്ത ഇഷ്യൂസ്, എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു, എത്ര സ്വത്ത് നഷ്ടപ്പെട്ടു, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകൾ നഷ്ടപ്പെട്ടു, പുനരധിവാസ പദ്ധതി എന്താണ്, അതിൻ്റെ ഒരു ടൈം സ്പാൻ എന്താണ്, ഇത് ആരാണ് ഹെഡ് ചെയ്യുന്നത്. അന്നേരം ഇതിനകത്ത് സമസ്ത മേഖലകളെയും കൈവെക്കുന്ന രീതിയിൽ ഓരോ വിക്ടിംസിനും ആവശ്യമായ തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് ഇവർ വിഭാവനം ചെയ്തേക്കുന്നത്, അതിനുള്ള ഫണ്ട് അലൊക്കേഷൻസ് എത്രയാണ്, CMDRF എത്ര കിട്ടി, മറ്റ് സന്നദ്ധ സംഘടനകളുടെ കയ്യിൽ നിന്നും എത്ര ലഭിച്ചു, ഓഫറുകൾ തന്നവരുടെ കയ്യിൽ നിന്നും പണം ലഭിക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ്, ഇതിൻ്റെ ടൈം ഫ്രെയിം എന്താണ്, ഈ കാര്യങ്ങളിലെല്ലാം സുതാര്യമായിട്ട് ഇദ്ദേഹം എല്ലാ പ്രാവശ്യവും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പത്രസമ്മേളനം വിളിക്കും. ഗുണവും മണവും ഇല്ലാതെ 1 മണിക്കൂർ വന്ന് നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് പോകും. ഒരു ചീഫ് മിനിസ്റ്ററിൽ നിന്നും സംസ്ഥാനത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ എന്തൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്തു അത് പറയണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഞങ്ങൾ ചോദിച്ച തരത്തിലുള്ള ഡേറ്റാസ് ജനങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ വിഷയത്തിൽ മൗനവും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, ദുരന്തത്തെ പഴയതുപോലെ തന്നെ വെറും ചാകരയാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലുണ്ടായ ഗുരുതരമായ കൃത്യവിലോപം അത് ഏതൊക്കെ വ്യക്തികളിൽ നിന്നും, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും, ഏതൊക്കെ ഉദ്യോഗസ്ഥരിൽ നിന്നും, ഏതൊക്കെ പൊളിറ്റീഷ്യൻസിൽ നിന്നും ഉണ്ടായി എന്ന് അത് കൃത്യമായി ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ മാധ്യമങ്ങളോടും ഞങ്ങൾക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും നോക്കാതെ നമ്മൾ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ആ ദുരന്തമുണ്ടായപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് അവരോട് പറഞ്ഞു ഞങ്ങളൊപ്പമുണ്ട്, കേരളം അല്ലെങ്കിൽ മലയാളികൾ മൊത്തം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ആരുമില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കുന്നു, തമ്മിലലക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിതെല്ലാം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ ദുരന്തം നടക്കുന്നു, വളരെ പെട്ടെന്ന് ദ്രുതകർമ്മസേനയൊക്കെ എത്തുന്നു. ചില നടന്ന കാര്യങ്ങൾ കൂടി നമ്മൾ സംഭവിക്കേണ്ടത്. കാരണം പല യുവ സംഘടനകളും ഒക്കെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഇടതുപക്ഷത്തിന്റെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഒപ്പം തന്നെ ഈ RSSന്റെ സംഘടനകളും ഒക്കെ അവിടെ എത്തി. അവർ വലിയ പ്രവർത്തനങ്ങൾ നടത്തി, സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഒപ്പം തന്നെ ഈ കേന്ദ്രസേന അവിടെ എത്തി, അവരും വലിയ സഹായങ്ങൾ. 197 അടി പാലം മണിക്കൂറുകൾ കൊണ്ട് അവിടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും അത്രയും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും ഇതൊക്കെ പോസിബിൾ ആണ് എന്ന് നമ്മളുടെ സേന കാണിച്ചു തന്നു. അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം കാണാമെന്ന പ്രധാനമന്ത്രി അടക്കമുള്ളവർ വന്നിട്ട് പോലും നമ്മുടെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്ന് വരെ ഒരു സഹായം ലഭിക്കാതായി പോകുന്നത്? ഇനി സഹായം ചോദിച്ചാൽ പോലും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്. ഈ ദുരന്തം ആ കുഞ്ഞിനോട് എന്ത് മറുപടി പറയും? അതായത് പ്രധാനമന്ത്രി ആ കുഞ്ഞിനോട് പറയും? ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു ഫോട്ടോഷൂട്ടായി മാറി എന്ന് വേണം നമുക്കത് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന്റെ മുഖത്തേക്കല്ല, ക്യാമറയുടെ ഫ്രെയിമിലേക്ക് അദ്ദേഹം ശ്രദ്ധിച്ച്, ഇത് ചില മാധ്യമങ്ങൾ കൃത്യമായിട്ടും ആ കുഞ്ഞിനെ ചേർത്ത് ലാളിക്കുന്നത് കൊടുത്തു. എന്നാൽ ചില മാധ്യമങ്ങളിൽ വന്ന വിഷ്വലുകൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്ന അന്നേരം ചില ആരോപണങ്ങൾ ഉയർന്നു, ഇതൊരു വെറും ഫോട്ടോഷൂട്ട് മാത്രമാണ് എന്ന്. എന്നാൽ ആ ആരോപണം സത്യമാകുന്ന തരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് തോന്നുന്നു ഈ പ്രധാനമന്ത്രി അവിടെ സന്ദർശനത്തിന് വരുന്ന പ്രധാനമന്ത്രി. അതിനുശേഷം എത്ര മാസമായി? ഇപ്പോൾ 4 മാസമായിരിക്കുന്നു. ഇതുവരെയും അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഞാനടക്കം അല്ലെങ്കിൽ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അന്ന് നമ്മൾ കരുതിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നടപ്പിലാക്കും. കാരണം അങ്ങനെ ഒരു വലിയ ദുരന്ത ഭൂമിയിലാണ്. അതെ, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഫോട്ടോഷൂട്ടിനോട് എനിക്കും യോജിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം അന്ന് അദ്ദേഹം ചെയ്തത് അങ്ങനെയാണെങ്കിൽ അതൊരു തരം നാടകം തന്നെയായിരുന്നു, ഗിമിക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നും ആ വേദന നിന്ന് കഴിയുന്ന സഹോദരങ്ങൾ ആ വയനാട്ടിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കഴിയുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് എനിക്കൊരു ചോദ്യമുള്ളത്, നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ദുരന്തത്തിന് സഹായം എത്തിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് എന്തെങ്കിലും സുനിൽ മാത്യുവിന് പറയാൻ കഴിയുന്നു? ഇത്തരത്തിലുള്ള ഈ പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ വയനാട് എന്ന് പറയുന്നത്. അന്നേരം ഇപ്പോൾ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ അത് സുതാര്യമായി ടൈം ബൗണ്ടായിട്ട് ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണല്ലോ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തം അതാണല്ലോ. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തന്നെ രൂപീകരിക്കുക, അതിന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാര്യങ്ങൾ ചെയ്ത് എക്സ്പോഷറുള്ള മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ അതിന് നേതൃത്വം ഏൽപ്പിക്കുക, അവർക്കതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഫ്രീഡം നൽകുക, അവർക്ക് വേണ്ടുന്ന റിസോഴ്സസ് നൽകുക, അവർക്ക് വേണ്ടുന്ന ഫണ്ട് നൽകുക. അങ്ങനെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തന്നെ രൂപീകരിച്ച് ആ ജില്ലയെ വീണ്ടും പുനരുദ്ധരിക്കുവാനുള്ള, അല്ലെങ്കിൽ അവരുടെ ആ പ്രതീക്ഷകൾക്ക് ജീവൻ വെക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതി അവർ തയ്യാറാക്കണമായിരുന്നു. അതിന് കൃത്യമായിട്ടും ഒരു ടൈം ബൗണ്ട്, 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ ആ കർമ്മ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി എന്താണ് എന്ന് കാരണം പബ്ലിക് ഫണ്ടാണ് ഇതിലേക്ക് വരുന്നത്. കാരണം ജനങ്ങൾ ഏതാണ്ട് 600-700 കോടിയോളം കൊടുത്തു. ഇനിയും ആവശ്യപ്പെട്ടാൽ ജനങ്ങൾ ഇത് സുതാര്യമാണ്, ഇത് നല്ല പദ്ധതിയാണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടും, പണം നഷ്ടപ്പെടുത്തില്ല എന്ന് തോന്നിയാൽ ഇവിടെ ഫണ്ടിന് ഒരു ഷോർട്ടേജും വരത്തില്ല. ജനങ്ങൾ എത്ര വേണേലും നൽകും. പക്ഷേ ആ ഫണ്ട് വരണമെങ്കിൽ വളരെ സുതാര്യമായി കൃത്യമായിട്ടൊരു ആ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ പ്ലാനും പദ്ധതി, ഇത്ര കാലം കൊണ്ട് ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്യിക്കും. അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്വം ഉള്ള ഉദ്യോഗസ്ഥരിതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്സുകളെല്ലാം സഹകരിക്കുന്നുണ്ട്. അന്നേരം അവരുടെ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് വേണ്ടി വീണ്ടും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇന്ന തരം പ്രവർത്തികൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലെല്ലാം ഒരു സുതാര്യതയും ക്ലാരിറ്റിയും കൊടുത്തുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്, പ്രതിമാസ അവലോകനങ്ങൾ നടത്തി ആ പ്രോഗ്രസ്സും പബ്ലിക്കിനെ അറിയിച്ചുകൊണ്ട് ജനങ്ങളുടെ, അതുപോലെ തന്നെ ഇതിന് മുമ്പായിട്ട് തന്നെ ആ ജനങ്ങളുമായിട്ട് ഏറ്റവും പ്രാഥമിക ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുരന്തബാധിതരുമായിട്ട്, അവരാണ് ഇതിൻ്റെ യഥാർത്ഥ വിക്ടിംസ്, അവരുമായിട്ട് സംവേദിച്ച് അതിനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് അവരുടെ ഗ്രീവിയൻസും അവരുടെ താല്പര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്ത് അത് നടപ്പിലാക്കാൻ പറ്റണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെറും ശൂന്യത മാത്രം. ഇത് ജനങ്ങളെ ആ ദുരന്തത്തിന് ഇരയായവരെ സംബന്ധിച്ചുള്ള അവർക്കോ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, സർക്കാരിനും ഒരു പ്ലാനില്ല, ജനങ്ങൾക്കും ഒരു പ്ലാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കൾ.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ദുരിതബാധിതർക്ക് അല്ലെങ്കിൽ ദുരന്തം സംഭവിച്ചവർക്ക് ഈ ഏതെങ്കിലും തരത്തിൽ സഹായം എത്തിക്കണമെന്ന് കേന്ദ്രത്തോട് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞൊരു വാചകം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമാണ്. കാരണം MV ഗോവിന്ദൻ പറയുകയാണ്, കേന്ദ്രത്തിൻ്റെ സഹായമില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ പുനരുദ്ധാരണം നടത്തും, പുനരധിവാസം നടത്തും, ഇവരെല്ലാം പുനരധിവസിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ട് ഈ 4 മാസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല? ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിന്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന കോമാളിത്തരങ്ങൾ മാത്രമാണ് MV ഗോവിന്ദനെ പോലുള്ള നേതാക്കൾ നടപ്പിലാക്കുന്നത്. ഇത് നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഒരു പൊതുബോധത്തിലേക്ക് നമ്മൾ ഇടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇത്തരം കോമാളിത്തരമൊന്നും നമുക്ക് കാണേണ്ട. ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളുടെ വിടുപ്പലക്കലോ കോമാളിത്തരങ്ങളോ നിങ്ങളുടെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത്തരം പ്രസ്താവനകളോ അല്ല. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. കൃത്യമായിട്ടുള്ള സംസ്ഥാന സർക്കാർ, ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് രണ്ടാമതും ഒരു അവസരം നൽകി ഈ നിങ്ങളെ ഭരണമേൽപ്പിച്ചത്, ആ ഭരണകൂടത്തിൽ നിന്നും ഞങ്ങൾക്കറിയേണ്ടുന്നത് ഈ ദുരന്തം ഉണ്ടായ ജനതയ്ക്ക് അവരെ പുനരുദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സഹായം നൽകുവാൻ നിങ്ങളുടെ പദ്ധതി എന്താണ്? അതിനുള്ള പ്ലാൻ എന്താണ്? അത് എത്ര നാളുകൾ കൊണ്ട് നിങ്ങൾ ലഭിക്കും? അത് നിങ്ങളുടെ മിടുക്കാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും അവരെ കൺവിൻസ് ചെയ്ത് ആ സഹായം മേടിക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവാണ്. അതല്ലെങ്കിൽ അത് അവരുടെ കഴിവില്ലായ്മയാണ് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതിനകത്ത് പാർട്ടിയോ മറ്റു ഘടകങ്ങളോ ഒന്നും നോക്കാതെ അത് കൃത്യമായിട്ടും ഇതിൻ്റെ ആക്ച്വൽ ഒരു റിയാലിറ്റി അവരെ ബോധ്യപ്പെടുത്തി അത് വളരെ സുതാര്യമായ കണക്കുള്ള ഒരു തെറ്റും പറയാൻ പറ്റാ. ഇത് ഓരോ തവണയും കേന്ദ്രത്തിന് രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ സംസ്ഥാന സർക്കാർ തന്നെ ഇട്ട് കൊടുത്തേക്കുന്നത്. അവർ പറയുന്നു നിങ്ങൾ തന്നേക്കുന്ന ഫിഗറുകൾ എക്സാജറേറ്റഡ് ആണ്, നിങ്ങൾ തരുന്ന കാര്യങ്ങൾ വാസ്തവമില്ല, ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ തരുന്നില്ല. ഇപ്പോൾ ഒരു ദുരന്തം ബാധിതരായ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇടിച്ചു നിന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അത് മേടിക്കുക എന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ നൽകി പ്രോപ്പർ സമയബന്ധിതമായിട്ട് ഇത് നൽകിയിട്ട് അവർ മാധ്യമങ്ങളിലൂടെ പറയുകയാണ് ഇതാണ് അവസ്ഥ, ഞങ്ങൾ ടൈം ബൗണ്ടായിട്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു, എക്സാക്ട് ഡേറ്റ് ഇതാണ്, ഫോളോ അപ്പ് ചെയ്ത ഡേറ്റ് ഇതാണ്, ഇതുവരെ ഒരു ഔട്ട്കം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. ഇത് ട്രാൻസ്പെറൻസി ഉണ്ട്. ജനങ്ങളെ സംബന്ധിച്ചുള്ള ഇതിന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും ഇത് സംസ്ഥാന സർക്കാർ ഇതിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ വീഴ്ച ആരുടെ ഭാഗത്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇത് ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നു, ആരോപണങ്ങൾ കൊണ്ട് ഇത് ജനങ്ങളെ വീണ്ടും മണ്ടന്മാരാക്കുന്നു. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. താങ്കൾ പറഞ്ഞ ഒരു ദുരന്തത്തെക്കുറിച്ചുള്ള ഈ ദുരന്തങ്ങളെല്ലാം ഈ 2016 മുതൽ ഇങ്ങോട്ടൊരു ദുരന്തങ്ങളുടെ കാലഘട്ടമാണ്. അതിന് താങ്കൾ പറഞ്ഞല്ലോ അതിനെ ഒരു ചാകരയാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ പോലുള്ള മാധ്യമപ്രവർത്തകരെ പിടിച്ച് അകത്താക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത് നടപ്പിലാക്കാറുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2016 വന്ന ഓഖി ആണെങ്കിലും 2017 വന്നിട്ടുള്ള നിപ്പ ആണെങ്കിലും 2018 വലിയ പ്രളയമാണെങ്കിലും 2019 വന്ന ചെറിയ പ്രളയമാണെങ്കിലും 2020 അവർക്ക് സഹായമാക്കിയത് കൊറോണയാണ്. പിന്നെ അത് 1-2 വർഷമൊക്കെ അങ്ങനെ നീണ്ടുപോകുന്ന തരത്തിലേക്ക് എത്തിയ പിന്നെയും നിപ്പയും ഒക്കെ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ അപകടങ്ങൾ ഒക്കെ ഒരു കൂട്ടായി എത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് സ്വീകരിച്ചു? പലപ്പോഴും 2018 പ്രളയബാധിതരായിട്ടുള്ള ജനങ്ങൾ ഇന്നും നമുക്കറിയാം. തിരുവനന്തപുരത്തിൻ്റെ ശംഖുമുഖം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ ചില ഈ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും കഴിയുന്ന 8ഓളം കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വസ്തുതകളുണ്ട്. പക്ഷെ അതുപോലും പൂർത്തീകരിച്ചു കൊടുക്കുവാൻ കഴിയാതായി പോകുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്നറിയുമ്പോൾ ഇവർക്ക് തന്നെയാണ് വീണ്ടും ഒരു ഭരണം ഇവിടുത്തെ ജനങ്ങൾ നൽകിയത് എന്നുള്ളത് മറന്നു പോകരുത്. നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഗുരുതരമായ ഒരു വിഷയം ഇത്രയും അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുമ്പോൾ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ചാ വിഷയമായോ? ഇതാരും ചർച്ചാ വിഷയമായില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം വളരെ വലുതായി മാറിയിരിക്കുകയാണ്. കാരണം ഇത്രയേറെ ഈ ദുരന്തങ്ങളിലും അവർ വളരെയേറെ പ്രതീക്ഷയോടെ അവർ വളരെയേറെ പ്രതീക്ഷിച്ച രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മത്സരിച്ചു, ജയിപ്പിച്ചു, അദ്ദേഹം പോയി, വീണ്ടും പ്രിയങ്ക ഗാന്ധി വന്നു, അവരെയും വലിയ ഭൂരിപക്ഷത്തോടെ ആ നാട്ടുകാർ വിജയിപ്പിച്ചു വിട്ടു. അപ്പോൾ ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ല, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ല, എങ്കിൽ പോലും ആ നാട്ടുകാർ കാണിച്ച വിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയോട്. അന്നേരം അവരോടൊപ്പം നിൽക്കുക, അവരോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്ത് ആ ദുരന്തബാധിതർക്ക് വേണ്ടുന്ന സഹായം എത്തുന്നതുവരെ ബാക്കി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം
ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കും UDF-നുമാണ്. അതിൻ്റെ ഒരു പ്രതീക്ഷയാണ് പക്ഷേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയിലൂടെ കാണുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു പ്രതീക്ഷ ഉണ്ട്, കാരണം അവരുടെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി, അവരുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങട്ടെ. അതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തെ ഇലയുവാക്കി നിർത്തി സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഈ വിഷയം പരിഹരിക്കാതെ, ഇവരെ പുനരധിവസിപ്പിക്കാതെ, ഇവർക്ക് സഹായങ്ങൾ കൊടുക്കാതെ ഇവിടെ മറ്റൊരു പദ്ധതികളും നടപ്പാക്കേണ്ട എന്ന തരത്തിലേക്ക് ഇവർ നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കൂ. ഇത് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ചർച്ചാ വിഷയമാകേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. ആ ചർച്ചാ വിഷയമാക്കുന്നതിന് വേണ്ട ഒരു ശ്രമത്തിന്റെ ഒന്നാം ഘട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ MP ഗോവിന്ദൻ പറഞ്ഞ, അതായത് കേന്ദ്രത്തിന്റെ സഹായമില്ലെങ്കിലും ഞങ്ങൾ ഇവർക്ക് സഹായം ചെയ്യും എന്ന് പറഞ്ഞ് വീണ്ടും ഇവരെ കബളിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള കബളിപ്പിക്കലുകൾ വേണ്ട. ഇവിടുത്തെ ജനങ്ങളെ ഇനി പറ്റിക്കാമെന്ന് കരുതണ്ട. പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഇവരുടെ മറ്റൊരു ഇസത്തിനോ ഒന്നും പ്രസക്തിയില്ല. അന്നേരം അതുകൊണ്ട് നിങ്ങളുടെ വേണ്ട ഞങ്ങളുടെ എന്നുള്ളതല്ല. ആ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ട, അവർ ഇന്ത്യയുടെ പാർട്ടാണ്, അവർ ഈ സംസ്ഥാനത്തിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പരമാവധി സഹായം ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതൊന്നും ആരുടെ ഔദാര്യമല്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്രത്തോളം റിസോഴ്സസ്, മറ്റുള്ള എല്ലാ പദ്ധതികളും ഫോർ എ ടൈം ബീങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും ഈ ദുരന്തബാധിതരെ സംബന്ധിച്ചുള്ള ഇവരെ പുനരധിവസിക്കാൻ എന്തുമാത്രം പണം വേണം? ഇവർ ചുമ്മാ ഈ വളരെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെ അകലെയായ വളരെ ഉട്ടോപ്യൻ പദ്ധതികളും ഈ പറയുന്ന ഒരു വെട്ടിപ്പ് ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളും ഒന്നുമല്ല. കൃത്യമായിട്ട് ആ ദുരിതബാധിത മേഖലകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും അതുപോലെ അവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ വീടുകളും അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും ആവശ്യമായ പദ്ധതികൾ കൃത്യമായിട്ടും ആ പദ്ധതികൾ തയ്യാറാക്കി ആ പദ്ധതികൾക്ക് ആവശ്യമായ പണം കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ പണം ഒരു ഇഷ്യൂവേ അല്ല ഇവിടെ. നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും. പൊതുമാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതുവരെ, അല്ലേ? അങ്ങനെയല്ലേ നമുക്കത് പറഞ്ഞു? അതെ, ഈ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ വിഷയം ഗൗരവമായി പരിഗണിച്ച് അവർക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതുവരെ നമ്മൾ ഈ വിഷയം സജീവമായി നമ്മൾ ചർച്ച ചെയ്യും. ഇതിലുണ്ടാകുന്ന പ്രോഗ്രസ്സുകൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കും. അതുകൂടാതെ ഇതിലുണ്ടാകുന്ന വീഴ്ചകളും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കും. അതുകൊണ്ട് വയനാടിനോടൊപ്പം i2i ന്യൂസും i2i ന്യൂസിന്റെ പ്രേക്ഷകരും പങ്കുചേരുന്നു. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.